ഭാര്യയോടുള്ള സംശയത്തെ തുടർന്ന് വീടിന് തീയിട്ട് ഗൃഹനാഥൻ. പത്തനംതിട്ട വകയാറിലാണ് ഈ നടുക്കുന്ന സംഭവം. ഭാര്യ രജനിക്കും ഇളയ മകനും പൊള്ളലേറ്റു. വീടിന് തീയിട്ട സിജുവിനെ കോന്നി പോലീസ് പുലർച്ചെയോടെ പിടികൂടി. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിയമർന്നു. ഇന്നലെ രാത്രി 1:30 സംഭവം. രജനിയും മക്കളായ പ്രവീണയും പ്രണവും ഉറങ്ങുന്നതിനിടെയായിരുന്നു സിജു വീടിന് തീയിട്ടത്. രജനിയോടുള്ള സംശയത്തെ തുടർന്നാണ് സിജു വീടിന് തീയിട്ടതെന്ന് പോലീസ് പറയുന്നു. രജനിക്ക് 40% പൊള്ളലേറ്റു. ഇളയ മകൻ പ്രണവിനും പരിക്കുണ്ട്. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായി കത്തിയമർന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് രജനിയെയും മക്കളെയും വീടിന് പുറത്തെത്തിച്ചത്. തീ പടർന്നതോടെ പുറത്തേക്കിറങ്ങാൻ കഴിയാതിരുന്ന രജനിയും മക്കളും മച്ചിന് മുകളിൽ പിടിച്ചിരിക്കുകയായിരുന്നു. പുറത്ത് നല്ല ഇതുണ്ട്, പൊള്ളലുണ്ട്. അവർക്ക് ശ്വാസം മുട്ടുന്ന അവളിപ്പോൾ എന്നോട് സ്വയം പറഞ്ഞു. പിന്നെ കാല് രണ്ടും പൊള്ളി കൂടുന്നൊക്കെ ഇരിക്കും. അതെല്ലാം അവർ പൊട്ടിച്ചു. പരിക്കേറ്റ രജനിയെയും മകനെയും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വീടിന് തീ വെച്ച ശേഷം രക്ഷപ്പെട്ട സിജുവിനെ പുലർച്ചെയോടെ പ്രമാടത്ത് നിന്ന് കോന്നി പോലീസ് പിടികൂടി. സിജുവിന്റെയും രജനിയുടെയും രണ്ടാം വിവാഹമായിരുന്നു. വീടിനോട് ചേർന്നുള്ള അംഗനവാടി കെട്ടിടത്തിലേക്കും തീ പടർന്നു. എൻ്റെ മോള് ആരോ വിളിച്ചു പോകുന്ന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ വന്ന് വിളിച്ചുണർത്തുന്നത്. അപ്പോൾ ഞങ്ങൾ കഥ തുറന്നു കൊണ്ടപ്പോൾ ഇവിടെ തീ കത്തുന്നതാണ് കാണുന്നത്. രണ്ട് കുഞ്ഞുങ്ങൾ ആ വീടിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉത്തരത്തെ ഒരു ആളിനെ കാണാം. അതിനെ തൂങ്ങി പിടിച്ച് കിടക്കുന്നു. പിന്നെ തീ കത്തുമായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്ന് കഥവ് ഈ ബാലമാമനോട് വന്ന് കഥവ് തല്ലിപ്പൊളിച്ച് കോടാലിയും കൊണ്ട് വെട്ടിപ്പൊളിക്കുമായിരുന്നു. കഥവ് അകത്തുനിന്നും പുറത്തുനിന്നും കുറ്റിയിട്ടേക്കുമായിരുന്നു. പെയിന്റ് പണിക്കാരനായിരുന്നു സിജു. ലോട്ടറി വിൽപ്പനയായിരുന്നു രജനിയുടെ തൊഴിൽ. നേരത്തെയും ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ന്യൂസ് മലയാളം, പത്തനംതിട്ട.